ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള മധ്യേഷ്യൻ യുദ്ധ സാഹചര്യങ്ങളിലേക്ക് അടുക്കുന്തോറും അമേരിക്കൻ ആക്രമണത്തെ പ്രതിരോധിക്കാനും സഖ്യകക്ഷികളായ ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും സൈനിക സഹായങ്ങൾ വർദ്ധിപ്പിക്കാനും ഇറാൻ കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റ് പുടിനും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തമ്മിൽ 20 വർഷത്തെ തന്ത്രപരമായ ഒരു സഹകരണ ഉടമ്പടിയിൽ ഒപ്പുവെച്ചുകൊണ്ട് ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ എല്ലാ മേഖലകളിലും ഒരു പുതിയ അധ്യായം തുറക്കുമെന്ന് ഒരു സംയുക്ത പ്രസ്താവനയിലൂടെ ഇവർ പറയുകയാണ്. കരാർ പ്രകാരം പ്രതിരോധം, ഊർജം, ധനകാര്യം, ഗതാഗതം, വ്യവസായം, കൃഷി, ടൂറിസം, സംസ്കാരം, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എന്നിവയുൾപ്പെടെ എല്ലാ മേഖലകളും ഉൾപ്പെട്ട ഒരു പുതിയ കരാറാണ് ഇവർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതിലൂടെ ട്രംപിന്റെ ഭീഷണികളെ മറികടന്നുകൊണ്ട് ഇനി റഷ്യയുടെ സഹായത്തോടെ ഇറാന് കൂടുതൽ ആണവ വിപുലീകരണം നടത്താൻ കഴിയും എന്നൊരു സൗകര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരി 17 ആദ്യമായി റഷ്യയിൽ വെച്ചാണ് ഈ മസൂദും പുടിനും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചത്. പുടിൻ ഇതിനെ വിശേഷിപ്പിച്ചത് ഒരു വഴിത്തിരിവ് രേഖ എന്നാണ്. തുടർന്ന് ഈ മാസം ആദ്യം സ്റ്റേറ്റ് ഡൂമയും ഫെഡറേഷൻ കൗൺസിൽ ഓഫ് റഷ്യയും ഈ കരാർ അംഗീകരിച്ചതിനെ തുടർന്ന് ഇന്നലെ പുതിയ നിയമത്തിൽ പുടിനും പെസഷ്കിയാനും അവസാനമായി ഒപ്പുവെച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഇനി മുതൽ പ്രാബല്യത്തിലായിരിക്കുകയാണ്. ഈ കരാറിലൂടെ ഏത് സാഹചര്യത്തിലും സൈനികവും സാമ്പത്തികവും സാങ്കേതികവുമായ എല്ലാ സഹായങ്ങളിലും റഷ്യ തങ്ങൾക്കൊപ്പമുണ്ടെന്ന് ഉറപ്പിക്കുകയാണ് ഇറാൻ ചെയ്തിട്ടുള്ളത്. ധൃതി പിടിച്ചുള്ള ഈ കരാർ ഉറപ്പിക്കൽ ട്രംപിനെ സംബന്ധിച്ച് വളരെ അപകടകരമായ ഒരു നീക്കമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അഥവാ ഇനി ഒരു യുദ്ധമുണ്ടായാൽ പോലും അത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഒരു യുദ്ധമാക്കി വഴിതിരിച്ചുവിടാൻ ഇനി ഇറാൻ ശ്രമിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് ഈ കരാറിലൂടെ ഇറാൻ ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. ഇത് ഇറാനെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കരാറാണ്. ഇത് മാത്രമല്ല, ഇറാനും അമേരിക്കയും തമ്മിലുള്ള 3ാം റൗണ്ട് ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി ഇന്ന് ചൈന സന്ദർശിക്കുകയാണ് എന്നും നമ്മൾ അറിയണം. സുഹൃത്തുക്കളായ റഷ്യയും ചൈനയും ഒക്കെയായി ആണവ വിഷയത്തിൽ ചില കൂടിയാലോചനകൾ നടത്താനുണ്ടെന്നും അതനുസരിച്ചാണ് അടുത്ത ചർച്ചയിൽ ഇറാന്റെ നിലപാടുകൾ എന്നുമാണ് യാത്രയ്ക്ക് മുൻപ് ഈ അരക്ചി സ്റ്റേറ്റ് ടിവിയോട് പറഞ്ഞിട്ടുള്ളത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ച അട്ടിമറിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു എന്ന് ചൈനയെ ധരിപ്പിക്കുകയും ഇസ്രായേലിനെതിരെ എങ്ങനെ നടപടിയെടുക്കണമെന്ന് ചൈനയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് ഈ അരക്ചി ടിവിയോട് പറയുന്നത്. ഈ യാത്രയിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രിയുടെ പ്രധാന ലക്ഷ്യം റഷ്യയുമായി ഉണ്ടാക്കിയതുപോലെ ചൈനയുമായി ഒരു കരാറിന് ശ്രമിക്കാനാണ്. ചൈനയുമായി മറ്റ് പല കരാറുകളും ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒരു സൈനിക കരാർ നേടിയെടുക്കുന്നതിലൂടെ അമേരിക്കക്കെതിരായ ശക്തമായ ഒരു കൂട്ടുകെട്ടാണ് മധ്യേഷ്യയിൽ ഇറാൻ സ്വന്തമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കൂട്ടുമുന്നണിയുമായി ഒരിക്കലും അമേരിക്കയ്ക്ക് നേർക്ക് നേർ പോരാടാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ആ ധൈര്യത്തിലൂടെ ഇനി വരും ദിവസങ്ങളിൽ ഗസയിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ തടയാൻ ഇറാൻ ഇടപെടും എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഒരുപക്ഷെ ഇറാൻ ഇനി ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാനും സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇറാന്റെ ഈ പുതിയ നീക്കങ്ങൾ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നു എന്ന് വേണം കരുതാൻ. അതിനായി 5 മുതൽ 7 വർഷം വരെയുള്ള ഒരു വെടിനിർത്തലിന് തയ്യാറായിക്കൊണ്ട് പൂർണ്ണമായ ഒരു യുദ്ധവിരാമത്തിന് തങ്ങൾ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ സംഘം ഈജിപ്തിനെ സമീപിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഗാസയിൽ നിന്നും പൂർണ്ണമായും IDF സൈന്യം പിൻവലിയണമെന്നും ഇസ്രായേലിൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻ തടവുകാരെ എല്ലാവരെയും വിട്ടയക്കണമെന്നും അതിനു പകരമായി ഇസ്രായേലിലെ ബന്ദികളെ മോചിപ്പിക്കാമെന്നും ഹമാസിന്റെ ആവശ്യം ഇസ്രായേൽ അംഗീകരിക്കാം എന്നാണ് അവർ പറയുന്നത്. ഇത് പൂർണ്ണമായ ഒരു കീഴടങ്ങൽ തന്നെയാണ്. ഇതിനു മുമ്പ് അവർ 1.5 മാസം വെടിനിർത്താം, 10 ബന്ദികളെ വിട്ടുകൊടുക്കണം എന്നൊക്കെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇസ്രായേൽ ഹമാസിനെ സമീപിച്ചിരുന്നു. എന്നാൽ ആ അപേക്ഷയെല്ലാം ഹമാസ് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഇനി ഒരു കരാർ ഉണ്ടാവണമെങ്കിൽ പൂർണ്ണമായ ഒരു യുദ്ധവിരാമമാണ് ആവശ്യം എന്നാണ് ഹമാസ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതിന് തയ്യാറാവാതെ വീണ്ടും ഗസയെ ആക്രമിച്ചുകൊണ്ടാണ് നെതന്യാഹു പകരം വീട്ടിയത്. എന്നാൽ റഷ്യയും ഇറാനും തമ്മിലുള്ള പുതിയ കരാർ നെതന്യാഹുവിനെ ഭയപ്പെടുത്തുന്നത് കൊണ്ട് തന്നെയാവും അയാൾ ഇപ്പോൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കരാറിനായി ഈജിപ്തിനെ സമീപിച്ചിരിക്കുകയാണ്. ഹമാസിനെ പൂർണ്ണമായും ഗസയിൽ നിന്ന് തുരത്തുക, വെസ്റ്റ് ബാങ്കും ഗസയും പിടിച്ചെടുക്കുക എന്ന നിലപാടുകളിൽ നിന്നെല്ലാം നെതന്യാഹു ഇപ്പോൾ പുറകോട്ട് പോകുന്നതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു കരാർ ആരംഭിച്ചപ്പോൾ തന്നെ ആ ഒരു നിലപാട് നെതന്യാഹു എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് കാരണം ട്രംപിന്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ സഹായവും അയാൾക്കുണ്ടാകുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്.
എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഗുണം ചെയ്യില്ല എന്നതാണ് അയാൾ ഇപ്പോഴും യുദ്ധം നിർത്താൻ തയ്യാറാകാത്തതിന്റെ കാരണം. ഇറാനെ ആക്രമിക്കാൻ ട്രംപ് തയ്യാറാകുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇത്രയും നാൾ നെതന്യാഹു ഗസയെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. യുദ്ധം നിർത്താൻ അയാൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. ഇതിന്റെ തുടർച്ചയെന്നോളം ബാക്കി ഇറാനുമായിട്ട് യുദ്ധം നടക്കുമ്പോൾ അതെങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയുമല്ലോ. അങ്ങനെയൊക്കെ ഒരു വിശ്വാസമായിരുന്നു ഈ നെതന്യാഹുവിന് ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചയിൽ ഇറാൻ അനുകൂലമായി അമേരിക്ക നിലപാടുകൾ സ്വീകരിക്കുന്നതും ചർച്ച ഇറാന്റെ ഭാഗത്തേക്ക് ചായുന്നതുമൊക്കെ നെതന്യാഹുവിനെ വല്ലാതെ നിരാശപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ ചർച്ച എങ്ങനെയെങ്കിലും പൊളിക്കാൻ വേണ്ടി നെതന്യാഹു എല്ലാ നീക്കങ്ങളും നടത്തിയെങ്കിലും അതെല്ലാം പൊളിയുകയാണ് ഉണ്ടായത്. ഇറാനും റഷ്യയും തമ്മിലുള്ള പുതിയ കരാർ ഇസ്രായേലുള്ള വടിയാണെന്ന് മനസ്സിലാക്കി യുദ്ധം നിർത്താൻ നെതന്യാഹുവിന്റെ സംഘം ഹമാസിന് മേൽ സ്വാധീനം ചെലുത്തണമെന്ന് അഭ്യർത്ഥിച്ച് കെയ്റോയിലെത്തിയിൽ നിന്നും അവരുടെ ഭയം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യുദ്ധഭയം ഇരുവശത്തുമുണ്ട് എന്നുള്ളതാണ്. ഇറാന്റെ ഭാഗത്തുമുണ്ട്, അമേരിക്കയുടെ ഭാഗത്തുമുണ്ട്. ശരിക്കും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും എല്ലാ വിജയങ്ങളും അവസാനിച്ചിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. കാരണം അവരെല്ലാ തന്ത്രങ്ങളും ഇറക്കി കഴിഞ്ഞല്ലോ. അവർക്ക് ചെങ്കടലിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഗസയിൽ നിന്ന് അവർക്ക് ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ പല ഭീഷണികളും പലതും ചെയ്തിട്ടും ഒന്നും നടപ്പിലാവാത്ത സ്ഥിതിക്ക് അവർ പരാജയം എന്ന് തന്നെ വേണം നമ്മൾ വിലയിരുത്താൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വെറും തള്ളിമറിക്കൽ മാത്രമാണ് ഉണ്ടാവുന്നത്. ചെയ്യാൻ കഴിയാത്തടത്തോളം ഏത് വെല്ലുവിളികളും അതൊരു വീരത്വം തന്നെയാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. വിചാരവും വീണ്ടും വിചാരവുമാണ് ഇപ്പൊ ഈ ട്രംപിനെയും നെതന്യാഹുവിനെയൊക്കെ ഭരിക്കുന്നത്. യുദ്ധം നിർത്താനും ബന്ദികളെ തിരിച്ചെടുക്കാനും ഈജിപ്തിലെത്തിയ ഇസ്രായേലി സംഘത്തെ ചർച്ചയുടെ ഇടയ്ക്ക് വെച്ച് ഒരുപക്ഷെ നെതന്യാഹു തിരിച്ചു വിളിക്കാനും സാധ്യതയുണ്ട് എന്ന് നമ്മൾ അറിയണം. അതിന് കാരണം ഏതൊരു ചർച്ചയും ഹമാസിന് മുന്നിൽ നെതന്യാഹുവിന്റെ അതല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഒരു തോൽവി തന്നെയാണ്. അതുകൊണ്ട് അയാൾ ചർച്ച പൂർണ്ണമാക്കാൻ അനുവദിക്കും എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. ഗസ യുദ്ധം ഒരു വലിയ യുദ്ധത്തിലേക്ക് വഴി മാറും വരെ ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.